ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് അരിപ്പൊടിയും ഈത്തപ്പഴവും കൊണ്ട് വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പലഹാരമാണ്. അതുപോലെ തയ്യാറാക്കാനും നല്ല ഈസിയായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസിയായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. എന്നാൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കല്ലൊന്നുമില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കല്ലുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ശർക്കര നന്നായിട്ട് തന്നെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായി വേണ്ടത് ഏത്തപ്പഴമാണ് വേണ്ടത്. ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് ഇതുപോലെയാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഇതിന് വേണ്ട മിക്സ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. പഴം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നെയ്യിൽ കിടന്ന് പഴം നന്നായിട്ടൊന്ന് കുക്കായി വരണം. അതുവരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഴം നന്നായിട്ട് തന്നെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ തവ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചും കൂടെ എടുക്കണം. ചെറിയ കട്ടകൾ കിടന്നാലും കുഴപ്പമില്ല. മാക്സിമം ഒന്ന് ഉടച്ചെടുക്കാം. ഞാനിവിടെ പഴം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയെല്ലാം ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കരയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഴത്തിലും തേങ്ങയിലേക്ക് ശർക്കര നന്നായിട്ടത് പിടിച്ച് കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഴത്തിലും ശർക്കരയെല്ലാം നന്നായിട്ട് ശർക്കരപ്പാനി പിടിച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് തിളച്ച് വന്നതിന് ശേഷം നമുക്കിനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ എടുക്കാവുന്നതാണ്. കുറച്ച് വീതം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. എന്നാൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം ഞാനിവിടെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പകുതി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ എല്ലാ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ മാവ് ഒന്ന് ടൈറ്റായിട്ട് തോന്നിയതുകൊണ്ട് 1/2 കപ്പ് ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. ചൂടുവെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാനിൽ നിന്നെല്ലാം നന്നായിട്ട് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തണുക്കാനായി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. മാവൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് വാഴയിലയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വാട്ടിയതിന് ശേഷം കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് മാവ് വീതം അതിൽ നിന്ന് എടുത്ത് ഇലയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. 1-2 ടേബിൾ സ്പൂൺ മാവ് മതിയാവും. ഞാനിവിടെ ഒരെണ്ണം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഇലയൊന്ന് മടക്കിയെടുക്കാം. ഞാനിവിടെ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്കിത് ഇലയുടെ തയ്യാറാക്കുന്നത് പോലെയും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്യാനായി ഞാനിവിടെ സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതെല്ലാം അതിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിവിടെ 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.